Top 5 reasons to invest in solar power plant for this season. Right time ആണ് ഇപ്പോൾ സോളാർ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഏതാണ് 5th ബെസ്റ്റ് റീസൺ? ടാക്സ് ഡിഡക്ഷൻ കിട്ടും നമുക്ക്. Yes. 12% ഉണ്ടായ സോളാർ ടാക്സ് ഇപ്പോൾ 5% ആയിട്ട് കുറഞ്ഞു. 3 കിലോയുടെ ഓൾമോസ്റ്റ് 10,000 rupees, 5 കിലോയുടെ ഓൾമോസ്റ്റ് 15,000 rupees. നമുക്ക് ഇപ്പോൾ ഈ ടാക്സിന്റെ റിഡക്ഷൻ കാരണം ഒരു നല്ല ഡീലാണ്. ഏതാണ് 4th ബെസ്റ്റ് റീസൺ? സബ്സിഡി കിട്ടും നമുക്ക്. യെസ് മാൻ, 78,000 rupees ആണ് ഗവൺമെന്റ് സബ്സിഡി എന്ന് പറയുന്നത്. MNRE, മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. കിലോവാട്ടിനാണല്ലേ? ഇല്ല, 3 to 10 kilowatt വരെ 70,000 rupees, 2 kilowatt 60,000 rupees ആണ് സബ്സിഡി കിട്ടുക. സോ ഇതാണ് തേർഡ് ബെസ്റ്റ് റീസൺ ടു ഇൻവെസ്റ്റ് ഇൻ സോളാർ ഫോർ ദിസ് സീസൺ. നമുക്ക് ബാങ്ക് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ നോ കൊളാറ്ററൽ ലോൺ. യെസ്, ഓൾമോസ്റ്റ് 6 to 6.5% എല്ലാ നാഷണലൈസ് ബാങ്ക്സിൽ നോക്കുമ്പോൾ വിത്തൗട്ട് കൊളാറ്ററൽ 10 years ടെന്യൂറിൽ ഇപ്പൊ ലോൺസ് അവൈലബിൾ ആണ് സോളാർ ചെയ്യാൻ. ഈ സോളാർ ലോൺസിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, നീ ഇപ്പൊ കാർ ലോൺ എടുത്തു, ബൈക്ക് ലോൺ എടുത്തു, നീ അതിന് വേറെ പണി ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ അഡീഷണൽ റവന്യൂ ക്രിയേറ്റ് ചെയ്തിട്ടാണോ ആ ലോൺ അടച്ചു തീർക്കാനായിട്ട്. പക്ഷേ സോളാറിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് യുവർ കറന്റ് മന്ത്ലി ഇലക്ട്രിസിറ്റി ബിൽ, ആ സെയിം എമൗണ്ട് അല്ലെങ്കിൽ ലെസ് ദാൻ ആ എമൗണ്ട് നമുക്ക് ലോൺ ആയിട്ട് അടച്ചാൽ മതി. അപ്പൊ അതിന് എക്സ്പെൻസ് ആയിട്ട് വരുന്നില്ല. മനസ്സിലായി. കറണ്ട് ഈ ബില്ല് അടയ്ക്കുന്നതിന് പകരം ലോണോട്ട് അടച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു 99.9% ആൾക്കാർ ലോൺ പ്രോപ്പർ ആയിട്ട് അടയ്ക്കും. ലോൺ റീപേയ്മെന്റ് ഉണ്ട്. അതെ. സോ ഏതാണ് സെക്കൻഡ് ബെസ്റ്റ് റീസൺ ടു ഇൻവെസ്റ്റ് ഇൻ സോളാർ? സോളാർ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു ROI ഉണ്ട്. സോ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ROIയുടെ ഒരു സ്പീഡ് കൂടി, സബ്സിഡി വരുന്നുണ്ട്, നമ്മുടെ ടാക്സ് പെർസെന്റേജും കുറഞ്ഞു. ഈ രണ്ട് റീസൺ കാരണം നമ്മുടെ ഒരു ഇനിഷ്യൽ ക്യാപിറ്റൽ എമൗണ്ട് കുറയും, നമ്മുടെ ബെറ്റർ ROI എന്ന് പറഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് തന്നെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി ഇപ്പൊ സോളാർ മാറിയിട്ടുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട്. ആൻഡ് സെക്കൻഡിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്, ഇപ്പൊ 610 watt പീക്ക് വരെയുള്ള പാനൽസ് നമ്മുടെ റേഞ്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ വളരെ ലെസ് സ്പേസിൽ ഇപ്പൊ നമ്മുടെ പവർ പ്ലാന്റ്സ് ചെയ്യാനും പറ്റും. ഇപ്പൊ ഹൈബ്രിഡ് ടെക്നോളജി ഉണ്ട്. അപ്പൊ ഇനി KCBനെ അലൈൻ ചെയ്ത് നമുക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല. ഹൈബ്രിഡ് നമുക്ക് ലിഥിയം അയൺ ബാറ്ററി വെച്ച് ബാക്കപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നോ ഹെസിൽസ്, നോ ഇലക്ട്രിസിറ്റി ബിൽ. സോ ഏതാണ് ബെസ്റ്റ് റീസൺ ടു ഇൻവെസ്റ്റ് ഇൻ സോളാർ ഫോർ ദിസ് സീസൺ? ഒരു പ്രോപ്പർ വെൻഡറിനെ നമുക്ക് കിട്ടും. റൈറ്റ്. നമുക്ക് ഓൾമോസ്റ്റ് 1300 വെൻഡേഴ്സ് ഇപ്പോൾ KCBയുടെ അണ്ടറിൽ മാത്രം കേരളത്തിൽ സബ്സിഡി പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് രജിസ്റ്റർ ആയിട്ട്. ഓക്കെ. സോ അതില് ഒരു പ്രോപ്പർ സിസ്റ്റം ആയിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ 8 to 10 years ആയിട്ട് വർക്ക് ചെയ്യുന്ന വെൻഡേഴ്സ് വളരെ കുറവാണ്. സൂര്യപ്രഭ ആക്ച്വലി ടോപ്പ് 10 വരുന്നുണ്ട്. 8 years എക്സ്പീരിയൻസ് ഉണ്ട്, 4,000+ ക്ലയൻസ് ഉണ്ട്, 25 വർഷം ഈ പാനലിന് വാറന്റി ഉണ്ട്. അപ്പൊ അത്ര നാൾ ഈ ഒരു കമ്പനി നിലനിൽക്കണ്ടേ ഈ സബ്സിഡിയും ഈ പറഞ്ഞ പോലെ സർവീസും കാര്യങ്ങളും കൊടുക്കാനായിട്ട്. സോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ സൂര്യപ്രഭയ്ക്ക് എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്? എല്ലാ ഡിസ്ട്രിക്ട്സിലും നമുക്ക് ഡീലേഴ്സ് ഉണ്ട്. പ്ലസ് 3 ഓൺ ബ്രാഞ്ച് വരുന്നുണ്ട്, കാലിക്കറ്റ്, ട്രിവാൻഡ്രം, കൊച്ചിയാണ് ഹോം ബ്രാഞ്ച് വരുന്നത്. റീസെന്റ് ഞാൻ തമിഴ്നാട്ടിലും തമിഴ്നാട്ടിൽ നമ്മളിപ്പോ എംപാനൽഡ് ആയിട്ടുണ്ട്. അവിടെയും സബ്സിഡി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി കൊമേഴ്ഷ്യൽ പ്രോജക്ട്സ് തമിഴ്നാടും ബാംഗ്ലൂർ, ബൊമ്മസന്തറിലൊക്കെ ചെയ്തിട്ടുണ്ട്. സോളാർ ഇപ്പൊ ചെയ്യാൻ പറ്റിയ ഒരു ടൈം ആണല്ലേ ഇപ്പൊ കിട്ടുന്ന ഈ GST റിഡക്ഷനും സബ്സിഡിയും ഈ ROI മാത്രം മനസ്സിൽ വെച്ചാൽ ദിസ് റൈറ്റ് ടൈം ടു ഇൻവെസ്റ്റ് ഇൻ സോളാർ.